ഹലോ എവ്രി വൺ, വെൽക്കം ടു 99 അക്കാദമി. കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഒരു 10 GK സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ മുദ്രയിലെ സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിലെ മന്ത്രമാണ്? ഇന്ത്യൻ ദേശീയ മുദ്രയിലെ സത്യമേവ ജയതേ എന്നുള്ളത് ഏത് ഉപനിഷത്തിലെ മന്ത്രമാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, ഛാന്തോഗ്യോപനിഷത്ത്, ഖഡോപനിഷത്ത്. ഇന്ത്യൻ ദേശീയ മുദ്രയിലെ സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിലെ മന്ത്രമാണ്? ഉത്തരം മുണ്ടകോപനിഷത്ത്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കല്ലുമാല സമരം, പൂക്കോട്ടൂർ യുദ്ധം, കുറിച്യർ ലഹള, പുന്നപ്ര വയലാർ സമരം. ഈ സംഭവങ്ങളെ നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഉത്തരം വരുന്നത് ഫസ്റ്റ് നടന്നത് ഓപ്ഷൻ സി കുറിച്യർ ലഹള, രണ്ടാമത് കല്ലുമാല സമരം നടന്നു, മൂന്നാമത് പൂക്കോട്ടൂർ യുദ്ധം, നാലാമത് പുന്നപ്ര വയലാർ സമരം. വർഷം വരുന്നത് കല്ലുമാല സമരം നടന്നത് 1915, പൂക്കോട്ടൂർ യുദ്ധം നടന്നത് 1921, കുറിച്യർ ലഹള 1812, പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. അപ്പോൾ ആദ്യം നടന്നത് 1812 കുറിച്യർ ലഹളയാണ്, രണ്ടാമത് കല്ലുമാല സമരം, മൂന്നാമത് പൂക്കോട്ടൂർ യുദ്ധം 1921, നാലാമത് വരുന്നത് പുന്നപ്ര വയലാർ സമരം 1946. ഇയേഴ്സ് നോട്ട് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് പെരിയാർ വന്യജീവി സങ്കേതം, ശെന്തുരുണി വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, നെയ്യാർ വന്യജീവി സങ്കേതം. ഇതിൽ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം. ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. നാലാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ഓപ്ഷൻ ബി ജസ്റ്റിസ് JS വർമ്മ, ഓപ്ഷൻ സി ജസ്റ്റിസ് AS ആനന്ദ്, ഓപ്ഷൻ ഡി ജസ്റ്റിസ് HL ദത്ത്. ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെട്ടിരുന്ന ഭൂവിഭാഗം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ഏതാണ്? ഉത്തര മഹാസമതലം. ആറാമത്തെ ചോദ്യം, ഒരാറ്റത്തിന്റെ S സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഒരാറ്റത്തിന്റെ S സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ A 16, ഓപ്ഷൻ B 8, ഓപ്ഷൻ C 2, ഓപ്ഷൻ D 6. ഒരാറ്റത്തിന്റെ S സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ C 2 ആണ്. 2 ഇലക്ട്രോണുകളാണ് S സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. എത്രയാണ്? 2 ഇലക്ട്രോണുകൾ.
ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത്. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ബി യോഗക്ഷേമ സഭ, സി ആത്മവിദ്യാ സംഘം, ഡി ബ്രഹ്മസമാജം. ഇതിൽ VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് യോഗക്ഷേമ സഭ. എട്ടാമത്തെ ചോദ്യം, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഉത്തരം ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രി. ഒമ്പതാമത്തെ ചോദ്യം, ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഫെബ്രുവരി 2, ഓപ്ഷൻ ബി ജൂലൈ 23, ഓപ്ഷൻ സി ആഗസ്റ്റ് 5, ഓപ്ഷൻ ഡി ഏപ്രിൽ 22. ഇതിൽ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ എ ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2-നാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. പത്താമത്തെ ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവം, ഓപ്ഷൻ സി ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ഡി ചൈനീസ് വിപ്ലവം. ഇതിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. 10 ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിവൈസ് ചെയ്യുക. താങ്ക് യു.